നമുക്ക് ഒരുപാട് അടുപ്പമുള്ള ആളുകൾ തന്നെയാണ് ജീവിതത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ തരുന്നത്. അവരെ വിട്ടുപോകുന്നത് തെറ്റാണെന്ന് തോന്നും. പക്ഷേ അവരോടൊപ്പം തുടരുന്നത് നമ്മളെ തന്നെ തകർക്കുന്നത് പോലെയാണ്. നമ്മുടെ മുന്നിൽ എന്നും വിമർശനം വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബന്ധുവോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്ന പേരിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സുഹൃത്തോ കാണും. ഇത് നമ്മുടെ മാത്രം കഥയല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൽ തന്നെ ഇതേ തളർച്ചയും ആശയക്കുഴപ്പങ്ങളും അനുഭവിച്ച ഒരാളുണ്ടായിരുന്നു, അർജുനൻ. അർജുനൻ യുദ്ധം ചെയ്യേണ്ടത് ശത്രുക്കളോട് മാത്രമല്ലായിരുന്നു, തന്നെ സ്നേഹിച്ചവരോടും സ്വന്തം രക്തബന്ധങ്ങളോടും സ്വാധീനിച്ച ഗുരുക്കന്മാരോടുമായിരുന്നു. മഹാഭാരതത്തിൽ യുദ്ധഭൂമി ഭൗതികമായിരിക്കും, പക്ഷേ യഥാർത്ഥ യുദ്ധം ആത്മീയവും മാനസികവുമായിരുന്നു. അർജുനന്റെ മുന്നിൽ നിന്നവരെല്ലാം ശത്രുക്കളാണെന്ന് നാമത്തിൽ മാത്രം. അവരിൽ പലരും അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം തന്നെയായിരുന്നു. ജ്ഞാനിയും പിതാമഹനുമായിരുന്ന ഭീഷ്മർ. പക്ഷെ തന്റെ പ്രതിജ്ഞകളോടുള്ള അശ്രദ്ധയും കടമ എന്ന പേരിൽ മൗനം പാലിച്ചതും നീതിക്ക് വിരുദ്ധമായി പോയിരുന്നു. ദ്രൗപദിയെ അപമാനിക്കുമ്പോൾ പോലും അദ്ദേഹം മിണ്ടാതിരുന്നു. ഈ മൗനം തന്നെ തലമുറകളോളം ബാധിച്ച വിഷമായി മാറി. അടുത്തത് ശകുനി. ഉറച്ചു സംസാരിക്കാത്തവൻ, എപ്പോഴും വാക്കുകളിൽ വിഷം നിറയ്ക്കുന്നവൻ, മനസ്സിൽ അസൂയ വിതയ്ക്കുകയും ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്നവൻ. ഇനി ദുര്യോധനനാണെങ്കിൽ അഹങ്കാരവും അസൂയവും അരക്ഷിതമായ മനസ്സും ഒന്നായി ചേർന്ന ഒരു മനുഷ്യൻ. മറ്റുള്ളവർ ഉയർന്നു വരുന്നത് കാണാൻ സഹിക്കാത്തവൻ, സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ തഴയ്ക്കാൻ മാത്രം ശ്രമിച്ചവൻ. ഇവരൊക്കെ അർജുനന്റെ സ്വന്തം ആളുകളായിരുന്നു. അവിടെയാണ് അർജുനൻ തകർന്നു പോയതും. ചക്രവും വില്ലും കയ്യിലെടുക്കാനാവാതെ ഇവരാണ് എൻ്റെ കുടുംബം, എനിക്കിവരെ എങ്ങനെ നേരിടാനാവും എന്ന് പറഞ്ഞ് അവൻ നിലത്ത് വീണു. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യത്തെ കാണിച്ചു കൊടുത്തത്. അതിലാദ്യ പാഠം: ബന്ധങ്ങളും പദവികളും മിഥ്യയാണ്, നല്ല മനസ്സ്, ശരിയായ പ്രവൃത്തി സത്യവും. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും അതേ കാര്യമാണ്. കുടുംബമാണ്, വയസ്സു കൂടിയതാണ്, പരിചയക്കാരനാണ് എന്നിവ കാരണം വിഷമങ്ങൾ സഹിക്കേണ്ടതില്ല. ആരെങ്കിലും നിന്റെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, നിനക്ക് വേണ്ടിയാണ് എന്ന് തോന്നിക്കാനായി സ്നേഹം എന്ന പേരിൽ ചങ്ങല കെട്ടുന്നവർ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് നിന്നെ നിയന്ത്രിക്കുന്നവരാണ്. ബന്ധങ്ങൾ പേരിൽ കാണേണ്ടതല്ല, പ്രവൃത്തിയിലും ഉദ്ദേശത്തിലുമാണ് സത്യം കാണേണ്ടത്. ഇനി ഇന്നത്തെ ടോക്സിക് ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായി പ്രയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രതികാരം വേണ്ട, കോപം വേണ്ട, ഷൗട്ടിംഗ് വേണ്ട. വ്യക്തത മതി, സ്ഥിരത മതി, നിന്റെ സത്യം മാത്രം മതി. ഒരു ബന്ധുവോ സഹപ്രവർത്തകനോ മുന്നിൽ പ്രശംസിച്ച് പിന്നിൽ നിന്റെ ഇമേജ് തകർത്ത് നടക്കുന്നു. ഒരു സുഹൃത്തോ കാമുകനോ കാമുകിയോ നീ അവരോട് വിശ്വസ്തനായിരിക്കണം എന്ന് ആവശ്യപ്പെടും. പക്ഷേ തിരിച്ചത് കാണില്ല. നീ മിണ്ടാതെ സഹിക്കും. സമാധാനത്തിനായിട്ട് വാക്കുകൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. ഇല്ലാത്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കും. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെ പതിയെ നഷ്ടമാവാൻ തുടങ്ങും. ഒരു ദിവസം നിന്റെ ചിന്ത മാറും. അവരിങ്ങനെയാണ് എന്ന ചിന്തയിൽ നിന്നും ഞാനിതെങ്ങനെ അംഗീകരിച്ചു എന്ന ചോദ്യമാവും. അവിടെയാണ് ശ്രീകൃഷ്ണബോധം ആരംഭിക്കുന്നിടം. നീ നിരീക്ഷിക്കുവാൻ തുടങ്ങും, മനസ്സിലാക്കും. ശാന്തമായി നിന്റെ പരിധികൾ നിശ്ചയിക്കും. പോയി ഷൗട്ട് ചെയ്യേണ്ടതില്ല, വിരോധം തീർക്കേണ്ടതില്ല. നീ ആത്മധൈര്യമുള്ളവനായി മാറും. വ്യക്തമായി കാണുക, പദവിക്കോ ബന്ധങ്ങൾക്കോ വേണ്ടി അന്ധനായി പോകരുത്. പെരുമാറ്റം നോക്കൂ, നിന്റെ മനസ്സിനോട് ചോദിക്കൂ, ഈ ബന്ധം എന്നെ തളർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെറുതായി തോന്നിക്കപ്പെടുന്നുണ്ടോ? അവരുടെ ഡ്രാമ നിന്റെ ആത്മവീര്യം നശിപ്പിക്കാൻ പാടില്ല. നീയാണ് നിന്റെ കേന്ദ്രം. ധൈര്യത്തോടെ പ്രവർത്തിക്കുക. നീ അവരെ മാറ്റാനുള്ളതല്ല, നിന്റെ ജീവിതം രക്ഷിക്കുവാനുള്ളവനാണ്. പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയുക, അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുമില്ല. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, നീ അവരെ നശിപ്പിക്കുന്നില്ല, ഒരു വിഷചക്രം തകർക്കുകയാണ്. ഓരോ ബന്ധത്തിലും ഒരു സമയം വരും, നീ തന്നെ ചോദിക്കും, ഇവിടെ തുടരുന്നത് എന്നെ തകർക്കുന്നുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ കൃഷ്ണന്റെ ഉപദേശം വളരെ ലളിതം. ശാന്തമായി ധൈര്യത്തോടെ ശരിയായ ദിശയിൽ നീങ്ങുക. കർമ്മഫലം അവരുടേത്, പാത നിന്റേത്. ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പുറത്തല്ല, അതുള്ളിലാണ്. സമാധാനം സംരക്ഷിക്കുന്നത്, സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, വിശ്വസ്തത, സ്വയം സത്യസന്ധത. യഥാർത്ഥ യുദ്ധം മറ്റുള്ളവരെ തോൽപ്പിക്കലല്ല, അവരെ കൊണ്ട് നിന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് ഉറപ്പാക്കലാണ്. എല്ലാ യുദ്ധങ്ങൾക്കും വാൾ വേണ്ട, ചിലപ്പോൾ ഒരു മൗനം മാത്രം മതി.